Exodus chapter 24, verse 18 is telling like that about it. First Kings chapter 19, അവിടെ വിവരിക്കുന്നത് ഹോരേബിലേക്കുള്ള ഏലിയാവിന്റെ യാത്രയെക്കുറിച്ച്. ബർശേബ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മരുഭൂമിയിൽ കൂടി ആ ഏലിയാവ് ഹോരേബ് വരെ നടന്നു പോകുന്ന, അല്ലെങ്കിൽ ദീർഘമായ വേഗത്തോടു കൂടി ഓടിപ്പോകുന്ന ഒരു വ്യക്തിയായി, ഒരു പ്രവാചകനായി ഏലിയാവിനെ നമുക്ക് അവിടെ ദർശിക്കുവാൻ സാധിക്കുന്നു. അതും 40 ദിവസങ്ങളാണ്. First King chapter 19 is telling about the journey of Elijah from Beersheba to Horeb. That is 40 days. The journey of Israel in the wilderness, 40 days. 40 years. ഇസ്രായേലിന്റെ മരുഭൂ പ്രയാണ കാലം എന്ന് പറയുന്നത് 40 വർഷമായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യോന നിനവയിൽ പ്രസംഗിച്ചത് 40 ദിവസമാണ്. ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് പ്രസംഗിച്ചത് 40 ദിവസങ്ങളാണ്. ജോന preached 40 years about judgment of God. Jonah preached 40 days. വെറും 40 ദിവസം കൊണ്ട് അവർ മുഴുവൻ അനുദപിച്ച് മാറിയത്. 40 ഡേയ്സ് അവൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു മാനസാന്തരം. പിന്നീട് അത്രയും സമയം കൊടുക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറും 40 ദിവസം കൊണ്ട് ഒരു വലിയ രൂപാന്തരത്തിന് മുഖാന്തരമായി യോനയുടെ പ്രസംഗം. ഇനിയുമുണ്ട്. യേശുക്രിസ്തു മരുഭൂമിയിൽ 40 ദിവസങ്ങളാണ് ഉപവസിച്ചത്. ജീസസ് took fasting 40 days in the wilderness. അപ്പോ 40 എടുക്കുന്നതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ബൈബിളിൽ ഇഷ്ടം പോലെ 40കൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് 40 ദിവസം നമ്മൾ ഉപവാസം അല്ലെങ്കിൽ നോമ്പ് ആചരിക്കുന്നത്. എന്നാൽ ഈ ബുധനാഴ്ച മുതൽ, ആഷ് വെനസ്ഡേ മുതൽ ഈസ്റ്റർ വരെ ഒന്ന് കണക്കൂട്ടി നോക്കിയാൽ 46 ദിവസങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ 40 ദിവസം നിന്നിട്ട് നമ്മൾ പറയുന്നത് 6 ദിവസം എവിടെ പോയി? അത് ഞായറാഴ്ചയാണ്. Sundays are not included in fasting. അപ്പോ 40 days എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ആ ദിവസങ്ങൾ തന്നെയാണ്. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവം സഭയോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ നോമ്പിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, നിങ്ങളുടെ സഭായോഗങ്ങൾ എനിക്ക് ഇഷ്ടമല്ല, നിങ്ങളുടെ ആരാധനകൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് ദൈവം പറയുവാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഈ ഒബ്സർവ് ചെയ്യുന്ന ഈ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അത് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ചില കാര്യങ്ങളാ. യഥാർത്ഥത്തിൽ എന്താണ് നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, what is the real fasting? എൻ്റെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു വല്യമ്മച്ചി പണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉണക്കമീൻ കഴിക്കാനായിട്ട് സഭ അനുവദിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് എല്ലാ ദിവസവും പുള്ളിക്കാരി ഉണക്കമീൻ വെച്ച് തട്ടുമായിരുന്നു. അപ്പോൾ അത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ആ ഒരു കാര്യം. ഇതാണോ യഥാർത്ഥ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Someone not eating non-veg, someone are observing one time fasting in a day. നമ്മൾ ജീസസിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. After fasting, Jesus went to the people. ഫാസ്റ്റിംഗ് 40 ദിവസം എടുത്ത ശേഷം ദൈവം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഫാസ്റ്റ് ചെയ്തത് അതിന് ശേഷം ജനങ്ങളിലേക്ക് ഇറങ്ങണം എന്നാണ് ശരിക്കും യേശുവിന്റെ സന്ദേശം. അപ്പൊ നോമ്പ് കഴിഞ്ഞാൽ നമ്മൾ ഈ നോമ്പ് ഒബ്സർവ് ചെയ്യുന്നവർ ചെയ്യേണ്ടത് എന്താ? അത് കഴിഞ്ഞിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ആഫ്റ്റർ ഫാസ്റ്റിംഗ് വി ഹാവ് ടു ഗോ ടു ദ പീപ്പിൾ വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനവുമായിട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലണം ദൈവത്തിന്റെ ജനങ്ങളുടെ നടുവിലേക്ക്. അതുകൊണ്ട് എന്താണ് യഥാർത്ഥ ഫാസ്റ്റിംഗ് എന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് എന്താ? നാം നേടിയ ഇപ്പോൾ ഈ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത്
നമ്മൾ ഇറച്ചി, മുട്ട, മീനൊക്കെ കഴിക്കാതെ ചിലർ ഫാസ്റ്റിംഗ് എടുക്കും, ചിലർ ഒരു നേരം ഫാസ്റ്റിംഗ് എടുക്കും. അപ്പോൾ ഇങ്ങനൊക്കെ കഴിക്കാതെ കിട്ടുന്ന പണമുണ്ടല്ലോ, അത് അർഹതപ്പെട്ട കരങ്ങളിൽ എത്തിക്കുവാൻ കഴിഞ്ഞാൽ ആ നോമ്പിന് അർത്ഥമുണ്ട്. അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു ഗീവ് ദ മണി ദാറ്റ് ഗെയിൻ ഫ്രം ഫാസ്റ്റിംഗ് ടു ദ എലിജിബിൾ പീപ്പിൾ, ദോസ് ഹു ആർ പുവർ. നമുക്ക് അവർക്ക് കൊണ്ട് കൊടുക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമാ ഈ നോമ്പിലൂടെ നടക്കുന്നത്? ഇതൊരു അനുരഞ്ജനം. ദാറ്റ് ഈസ് വാട്ട് റീകൺസിലിയേഷൻ. സഹജീവികളുടെ പ്രയാസങ്ങളിൽ ഇഴുകിച്ചേർന്ന് അവരുടെ കഷ്ടതകൾ കണ്ട് അവരോട് മനസ്സലിഞ്ഞ് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നമ്മളാലാവുന്നത് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ അടുക്കുന്നതാണ് യഥാർത്ഥ അനുരഞ്ജനം. അതാണ് യഥാർത്ഥ റിക്കൺസിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 32 നമ്മൾ വായിക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ കാതൽ തന്നെ ദൈവവും മനുഷ്യനും തമ്മിലുണ്ടാകുന്ന അനുരഞ്ജനമാണ്. അതോടൊപ്പം മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനവും അതിൽ ഉൾപ്പെടുന്നത്. ബേസിക് പർപ്പസ് ഓഫ് ബൈബിൾ ഈസ് റീകൺസിലിയേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. ഇൻ ദാറ്റ് റീകൺസിലിയേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. Reconciliation is attached with forgiveness. അതാണ് മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 23 and 24 പറഞ്ഞ് നമുക്ക് തരുന്നത്. നിനക്ക് എന്തെങ്കിലും വഴിപാട് അർപ്പിക്കാനുണ്ട് എങ്കിൽ ആദ്യം നിന്റെ സഹോദരൻ എന്തെങ്കിലും നിന്നോട് ഉണ്ടെന്ന് നിനക്ക് മനസ്സിൽ തോന്നിയാൽ ആദ്യം പോയി അവനോട് നിരപ്പാകുക, പിന്നെ വന്ന് എൻ്റെ യാഗം കഴിക്കുക. ആ വഴിപാട് പിന്നാണ് അർപ്പിക്കേണ്ടത്. ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്തോത്രാഴ്ച ഇടുമ്പോൾ അല്ലെങ്കിൽ ആരാധനയെ പങ്കെടുക്കുന്നതിന് മുമ്പ് സ്വന്തം സഹോദരനോട് പിണക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ പോയി അവരോട് നിരപ്പാകുക, അത് കഴിഞ്ഞിട്ട് വന്ന് ആരാധനയെ പങ്കെടുക്കുക. ഇതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് യു ഫോർഗിവ് യുവർ ബ്രദർ, ദെൻ യു സബ്മിറ്റ് യുവർ ഓഫറിംഗ്സ്. എന്താ അതിന് കാരണം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 20 പറഞ്ഞിരിക്കുന്നത്, കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? ഇഫ് യു ആർ നോട്ട് ലവിങ് യുവർ വിസിബിൾ ബ്രദർ, യു കാൻറ്റ് ലവ് യുവർ ഗോഡ്. Who is the brothers and sisters? Who is Jesus' brothers and sisters? അതും യേശു ഡെഫിനിഷൻ പറയുന്നുണ്ട്. Those who are doing the desire of God, ദൈവത്തിന്റെ ഇഷ്ടം, ആഗ്രഹങ്ങൾ ചെയ്യുന്നവനാണ് യേശുവിന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനം പ്രധാനമാണ്. റീകൺസിലിയേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സ് ഈസ് ഇമ്പോർട്ടന്റ്. ഈ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം മുൻകൈ എടുത്ത് ഒരു സമാധാന കരാർ സ്ഥാപിച്ചു. ലോക ജനത മുഴുവൻ ഈ കരാറിനെ ഇപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. എബ്രഹാം അക്കോർഡ് എന്നാണ് അതിന്റെ പേര് പറയുന്നത്. വി നോ ദാറ്റ് മുസ്ലിംസ് ആർ ഓൾസോ ദ ജനറേഷൻ ഓഫ് എബ്രഹാം. സൺസ് ഓഫ് ഇസ്മായിൽ, കെദൂറാ's sons also joined with them. So Israel and Muslims are mutually acknowledging that they are the descendants of Abraham. That is what Abraham Accord. ഉൽപ്പത്തി പുസ്തകം 45 നമ്മൾ ജോസഫിന്റെ സഹോദരങ്ങളുമായിട്ടുള്ള ആ അനുരഞ്ജനവുമായിട്ട് നമ്മളൊന്ന് നോക്കുക. ജോസഫിന്റെ കഥ നമുക്കറിയാം. ജോസഫ് യൗവനക്കാരനായിരുന്നപ്പോൾ തന്നെ സഹോദരന്മാർ അസൂയ പൂണ്ട് അവനെ പൊട്ടക്കിണറ്റിൽ ആദ്യം വലിച്ചെറിഞ്ഞുവെങ്കിലും പിന്നീട് ഇസ്മായേലിയർക്ക് അവർ കൊടുക്കുകയും അവര് പിന്നീട് കൊണ്ടുവന്ന് മിസ്രൈമിലും ഈജിപ്തിൽ കൊണ്ട് ഈ ജോസഫിനെ വിൽക്കുകയും ചെയ്തു. ആ ജോസഫാണ് ഇന്ന് ആ സ്ഥലത്തിന്റെ പ്രധാനമന്ത്രി. അവന്റെ അടുക്കലാണ് ഈ പിടിച്ചു കെട്ടി അവനെ വിറ്റ സഹോദരന്മാർ വന്നു ചേർന്നിരിക്കുന്നത്. പക്ഷേ അവരോട് പ്രതികാരം ചെയ്യാതെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കമന്റ് ജോസഫ് പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം. ജനസിസ് ചാപ്റ്റർ 45 വേഴ്സ് 5.
അവിടെ പറയുന്നു, ഡു നോട്ട് ബി ഡിസ്ട്രസ്ഡ് ഓർ ആംഗ്രി വിത്ത് യുവർ സെൽസ് ബിക്കോസ് യു സോൾഡ് മീ ഹിയർ. ആക്ച്വലി ഗോഡ് സെൻഡ് മീ ബിഫോർ യു ടു പ്രിസർവ് ലൈഫ്. ഈ ദേശത്ത് ക്ഷാമമുണ്ടാകുമെന്ന് ദൈവം നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് മുമ്പായി എന്നെ അയച്ചതാണെന്നുള്ള ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അവിടെ ജോസഫ് തന്റെ സഹോദരന്മാർക്ക് കൊടുക്കുകയാണ്. പോസിറ്റീവ് തിങ്കിങ് വിൽ മേക്ക് ദ റീകൺസിലിയേഷൻ. ജോസഫ് ഡിഡ് ഇറ്റ്. ഇവിടെയാണ് നമ്മൾ അനുരഞ്ജനത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇഫ് യു ആർ ആംഗ്രി വിത്ത് യുവർ സിബ്ലിങ്സ് ഓർ യുവർ പേരൻസ്, ഡു നോട്ട് കണ്ടിന്യൂ ഇറ്റ്. കോൾ ദം ആൻഡ് സേ ടുഡേ ഇറ്റ്സെൽഫ് യു ഹാവ് ടു സേ സോറി, ഐ എം സോറി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് അത് പറയാനായിട്ട് പ്രയാസമുണ്ടെങ്കിൽ പറയാം, പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇന്ന് തന്നെ അവരുമായിട്ട് നമ്മൾ നിരപ്പാകണം. അതർവൈസ് യുവർ പ്രയർ വിൽ നോട്ട് അക്സെപ്റ്റ് ബൈ ഗോഡ്. ദൈവവുമായിട്ട് അനുരഞ്ജനം ഉണ്ടാവുകയില്ല. മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനത്തിന് ദൈവ സാന്നിധ്യം ഇല്ല എങ്കിൽ അത് പാളിപ്പോകും. ഇവിടെ ജോസഫ് അവിടെ അങ്ങനെയാണ് വിജയിച്ചത്. ജോസഫ് മനുഷ്യനുമുള്ള അനുരഞ്ജനത്തിൽ, തന്റെ സഹോദരന്മാരുമായിട്ടുള്ള അനുരഞ്ജനത്തിൽ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവമാണ് എന്നെ അയച്ചത്. ദൈവത്തിന് മഹത്വം കൊടുത്തത്. ദൈവം നിങ്ങൾക്ക് മുമ്പായിട്ട് എന്നെ അയച്ചു. ആ ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത എല്ലാ അനുരഞ്ജനങ്ങളും പാളിപ്പോകും. ഏബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ നല്ല കാര്യം. എന്നാൽ ആന്റി ക്രൈസ്റ്റ് വരുന്നതും ഇതുപോലെ ഒരു പീസ് എഗ്രിമെന്റുമായിട്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആന്റി ക്രൈസ്റ്റ് ഓൾസോ വിൽ കം വിത്ത് ലൈക്ക് ദിസ് പീസ് എഗ്രിമെന്റ്. സോ വി ഹാവ് ടു ഒബ്സർവ് കെയർഫുള്ളി. Amos chapter 1 verse 9 says that a brotherly alliance will be being broken. Isaiah chapter 33 verse 8 also agree with that. Without God, you can't make a permanent reconciliation. ജോസഫ് വിജയിച്ചത് അവിടെയാണ്. പെർമനന്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ പെർമനന്റ് റീകൺസിലിയേഷൻ നടത്തിയത് ദൈവവുമായിട്ടുള്ള വലിയ പിടിപാടിന്റെ പുറത്താണ്, ദൈവവുമായിട്ടുള്ള കൃപയുടെ പുറത്താണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ പീസ് എഗ്രിമെന്റിനെ നമ്മൾ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ്. യേശുവിന്റെ വരവിന് മുന്നോടിയായിട്ട് ദൈവമില്ലാത്ത ഒരു പീസ് എഗ്രിമെന്റുമായിട്ട് സാത്താൻ ആന്റി ക്രൈസ്റ്റ് വരുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഏബ്രഹാം അക്കോർഡ് അതാണെന്നൊന്നും ഞാൻ പറഞ്ഞു വെക്കുകയല്ല കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം, തെറ്റിദ്ധരിക്കരുത്. ഏബ്രഹാം അക്കോർഡ് അങ്ങനെ ഒരെണ്ണമാണെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് വി ഹാവ് ടു know about the peace agreement made by Antichrist. അതുകൊണ്ട് ആദ്യം ആന്റിക്രൈസ്റ്റ് ആരാണെന്ന് നമ്മൾ അറിയണം. ആന്റിക്രൈസ്റ്റ് peace agreement will be broken because there is no God. So we have to understand who is Antichrist. ഈ ആന്റിക്രൈസ്റ്റിനെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവനൊരു മതം സ്ഥാപിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനുള്ള ചില ക്ലൂ, അത് മാത്രമല്ല അവന്റെ ഈ മതത്തെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന ചില സ്വഭാവ സവിശേഷതകൾ പറയുന്നുണ്ട്. അത് വേദപുസ്തകത്തിൽ അതിനുള്ള ക്ലൂസ് ഉണ്ട്. നമുക്ക് അതിലോട്ടൊന്ന് പോകാം, അവൻ ആരാണെന്നൊന്ന് കണ്ടുപിടിക്കാം. ഡാനിയൽ ചാപ്റ്റർ 11 വേഴ്സ് 17 പറയുന്നു. മലയാളം ട്രാൻസ്ലേഷൻ അല്പം വ്യത്യാസമുണ്ട്, പക്ഷെ മൂലഭാഷയിൽ വായിച്ചാൽ വൺ ഹു സപ്രസ് ദ ഡിസയർ ഓഫ് വുമൺ, സ്ത്രീകളുടെ ആഗ്രഹങ്ങളെ അടിച്ചമർത്തുന്നവനാണ് ആന്റിക്രൈസ്റ്റ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാത്ത ഒരു സമൂഹമുണ്ടെങ്കിൽ അതേതാണ്? സ്വയമായിട്ട് ചിന്തിച്ചാൽ മതി. ശത്രുതയ്ക്ക് ഒരു കാരണമുണ്ട്. അത് നമ്മൾ അറിയണമെങ്കിൽ ജനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 15 വായിക്കണം. വൈ women are the enemy of Antichrist.
എന്തിനാ അവന് ഇത്രയ്ക്ക് ശത്രുത ഉണ്ടായിരിക്കുന്നത്? ജനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 15 ഈസ് ടെല്ലിംഗ് അബൌട്ട് ഇറ്റ്. സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല തകർക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. പാമ്പിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാമ്പിന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് സാത്താൻ അവനിൽ പ്രവേശിച്ചാണ് ഹൗവയോട് സംസാരിച്ചത്. എന്നാൽ ദൈവം ഒരു ശാപം നൽകി, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന്. പാമ്പിനെ ഉള്ള പാമ്പുകളെ മുഴുവൻ വേണമെങ്കിൽ ഈ ലോകത്തിലെ മനുഷ്യരെല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നേ കൊന്നു തീർക്കാമായിരുന്നു. പക്ഷെ അവിടെ അതിനെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ പ്ലൂറൽ അല്ല, സിംഗുലർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയുടെ ഡിസെൻഡന്റ് ഓഫ് വിമൻ. അപ്പോ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് സിംഗുലർ ആയിട്ടുള്ള പദമാണ്. അപ്പോ ദ സീഡ് ഓഫ് വുമൺ ഈസ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തു വഴി തകർക്കാനായിട്ട് പോകുന്നത്. വെളിപ്പാട് പുസ്തകം അതിനെപ്പറ്റി എഴുതിയിരിക്കുന്ന ദീർഘമായിട്ടുള്ള 2 അധ്യായങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം അത് വളരെ വ്യക്തമാക്കുക മാത്രമല്ല, റെവലേഷൻ ചാപ്റ്റർ 6 വേഴ്സ് 9 അതുപോലെ 20 വേഴ്സ് 4 എന്നിവ പറയുന്നു, ഈ ആന്റി ക്രൈസ്റ്റ് ശിരച്ഛേദം ചെയ്യുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നവനാണ്. He encourages, Antichrist encourages beheading. അപ്പോ ശിരച്ഛേദം ചെയ്യുക മാത്രമല്ല, ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 2 പറയുന്നു, യേശുവിൽ വിശ്വസിക്കാത്തവരെ കൊല്ലുന്നത് വിശുദ്ധമെന്ന് അവൻ കണക്കാക്കുന്നു. അങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു, ആ സമൂഹത്തിലുള്ളവരെ പഠിപ്പിക്കുന്നു. They tell that the killing believers of Jesus Christ is the holy war. അങ്ങനെ അവർ ചിന്തിക്കുന്നത്. I'm telling about the characteristics of Antichrist. 1 John chapter 2 verse 22 പറയുന്നു, യേശു ദൈവമല്ല എന്ന് പ്രചരിപ്പിക്കുന്നവൻ ആന്റിക്രൈസ്റ്റ് ആണ്. ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവനാണ് ആന്റിക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ we have to understand the Antichrist will tell Jesus is not God. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ആന്റിക്രൈസ്റ്റ് ആണ് പീസ് അഗ്രിമെന്റുമായിട്ട് വരുന്നത്. This Antichrist will come with a peace agreement. വീണ്ടും ഞാൻ പറയട്ടെ, എബ്രഹാം അക്കോർഡ് അങ്ങനെ ഒരു ഇതാണെന്ന് ഞാൻ പറയുന്നില്ല. I'm not sure that Abraham Accord is the Antichrist agreement, but UAE already joined in that, Bahrain joined in that, Saudi is thinking about to join in that. ഒരുപക്ഷെ വിശാലമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിട്ട് ഈ എഗ്രിമെന്റ് മാറിയേക്കാം. In my opinion, this peace agreement will probably turn out to be a great peace treaty. Maybe with that, Antichrist will come to the scene. Maybe. Vannekam. If not, he may come up with a new peace agreement like this. ദൈവം ഇല്ലാതെയുള്ള സമാധാന കരാറുകൾ ലംഘിക്കപ്പെടും. കാനാവിലെ കല്യാണ വിരുന്നിലും ഒരു വലിയ അനുരഞ്ജനമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഒരുപക്ഷെ വിചാരിക്കും ഇന്നെന്തിനാ അനുരഞ്ജനം വിഷയമാക്കിയിട്ട് ഇന്ന് കാനാവിലെ കല്യാണ വിരുന്നിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അത് അവിടെ ഒരു അനുരഞ്ജനമാണ് സംഭവിച്ചത്. ഈ യഹൂദന്മാരുടെ കല്യാണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവര് കല്യാണ ദിവസം അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അത് അവരുടെ കല്യാണം എന്ന് പറഞ്ഞ 7 ദിവസത്തെ, അതിനകത്ത് റബ്ബിമാരൊക്കെ വരുന്ന ദിവസമാണ് യേശുവും ചെന്നിരിക്കുന്നത്. അപ്പോ അവരൊരു യഹൂദ റബ്ബിയായിട്ട് യേശുവിനെ അംഗീകരിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. മറ്റു പല തെളിവുകളുമുണ്ട്. അപ്പൊ എന്തായാലും ശരി, യഹൂദ റബ്ബിമാര് ഈ കല്യാണ ദിവസം 7 അനുഗ്രഹങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു നിയമമുണ്ട്. ഈ മണവാളനും മണവാട്ടിക്കും വൈൻ കൊടുക്കണം, ഇല്ലെങ്കിൽ കല്യാണം കംപ്ലീറ്റ് ആവത്തില്ല. When rabbis chant 7 blessings, wine is very important.
Their wine is very important. Without giving wine to the bride and bridegroom, wedding will not complete. So, if there is no wine, sure, there will be conflicts between two houses. രണ്ട് വീടുകൾ തമ്മിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ ഒരു പരിസ്ഥിതിയിലാണ്, in that situation, Jesus solved this problem through transforming water to wine. ഒരു വലിയ അനുരഞ്ജനമാ അവിടെ സംഭവിച്ചത്. അവിടെ ദൈവം ഒരു രൂപാന്തരം നൽകി. അങ്ങനെ രൂപാന്തരം നൽകാൻ കാരണം എന്താണ്? എന്തുകൊണ്ട് യേശു അവിടെ വന്നു? Because they invited Jesus and his disciples. ഇവിടെ വ്യക്തമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. They invited Jesus at them. If you are inviting Jesus Christ in your life, he will transform you. ജീവിതത്തിലെ ഉത്തരം മുട്ടി നിൽക്കുന്ന നേരത്ത്, ഇനി ഒരു വഴിയുമില്ല എന്ന് കരുതുന്ന നേരത്ത്, സഹിക്കാൻ കഴിയാത്ത സങ്കടങ്ങൾ നിങ്ങളെ അലട്ടുമ്പോൾ, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരാജയപ്പെടുമ്പോൾ, യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ തക്കവണ്ണം രൂപാന്തരം നൽകുവാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് സസൂക്ഷ്മം നമ്മൾ ഈ ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളെയും കർത്താവിൻ്റെ ആ വലിയ വരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതറിയുവാൻ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ടാക്കണം. ആ ബന്ധമാണ് അനുരഞ്ജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലൂടെ ദൈവത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള അനുരഞ്ജനം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ പീസ് ട്രീറ്റുകളും തകർന്നു. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 32 നമ്മോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുക. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സമാധാന കരാർ പോരാ, ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം ഇല്ലാതെ അതുമില്ല. മനുഷ്യനും മനുഷ്യനും തമ്മിൽ അനുരഞ്ജനപ്പെടണമെങ്കിൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം വേണം. ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടണമെന്നുണ്ടെങ്കിൽ മനുഷ്യനും മനുഷ്യനും തമ്മിൽ അനുരഞ്ജനം ഉണ്ടാകണം. ഇതാ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മൾ വേദപുസ്തക ചരിത്രം വായിച്ചു നോക്കുകയാണെങ്കിൽ അന്ന് അവര് ദൈവത്തോട് അനുരഞ്ജനപ്പെടുവാൻ വേണ്ടിയിട്ട് കാളകളെയും ആടുകളെയും കുറുപ്രാവുകളെയും ഒക്കെ യാഗം നടത്തി, രക്തം ചീന്തി യാഗം നടത്തിക്കൊണ്ടാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ള ബന്ധവും നിലനിർത്തിയതെങ്കിൽ, അതേ സ്ഥാനത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി കുരിശില് ഒരേ ഒരു പരമയാഗത്താൽ സ്വന്തം ശരീരം മറുവിലയായിട്ട് കൊടുത്തുകൊണ്ട് സ്വന്തം ശരീരം തകർക്കപ്പെട്ട് സ്വന്തം ശരീരത്തിലെ രക്തത്താൽ വില കൊടുത്ത് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തവനാണ് നമ്മുടെ ദൈവം. എന്തിനാണ്? ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടാൻ. അവന്റെ രക്തത്താൽ, ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വി ഹാവ് ടു റീകൺസൈൽ വിത്ത് ഗോഡ്. യേശു അതിനുവേണ്ടി വഴിയൊരുക്കിയിരിക്കുക. ഇന്ന് വരെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കണം. നമ്മുടെ കുറവുകളെല്ലാം ഏറ്റുപറയണം. ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. കുറവുകൾ നിൽക്കെ തന്നെ ദൈവം നമ്മളെ വേർതിരിച്ചവനാ. അതുകൊണ്ട് ഭൗതികമായിട്ട് നടത്തിയില്ല, അനുഗ്രഹമായിട്ട് നടത്തിയില്ലേ. കുറവുകൾ നിൽക്കെ തന്നെയല്ലേ? നമ്മുടെ കുറവുകൾ നമുക്കറിയാം, ദൈവത്തിനും അറിയാം. ആ കുറവുകൾ നിൽക്കെ തന്നെയല്ലേ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത്. ഇതൊന്നും നമ്മുടെ മിടുക്കല്ല. അനേകര് കൊറോണ വന്നിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. ദൈവം നമ്മളെ ഇന്നും നിലനിർത്തുന്നത് ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ളത് കൊണ്ടാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം നടത്തി, അത്രമാത്രം, വേറൊന്നുമല്ല. അതുകൊണ്ട് ഓർക്കുക, ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടേണ്ടതുണ്ട്. അവൻ ആഗ്രഹിക്കുന്ന വേലകൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അത് ഇന്ന് തന്നെ സാധ്യമാക്കണം.
ബലഹീനനായ ഒരു മനുഷ്യന്റെ കാനാവിലെ ഭവനത്തിലെ ആ വലിയ കുറവുകൾ തീർത്ത ദൈവം ബലഹീനരായ നമ്മുടെ ഓരോരുത്തരുടെയും കുറവുകളെ തീർക്കുവാൻ വേണ്ടി, അനുരഞ്ജനം സാധ്യമാക്കുവാൻ വേണ്ടി കർത്താവ് റെഡിയായിട്ട് നിൽക്കുക. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമോ? ഉണ്ടാകാമായിരുന്ന സംഘർഷങ്ങളെയൊക്കെ, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാമായിരുന്ന അനേക ആപത്തുകളെ, അനർത്ഥങ്ങളെയൊക്കെ ദൈവം മാറ്റി തന്നില്ലേ? അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമാക്കിയില്ലേ? ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ബലഹീനനായ ജോസഫിനെ ഉന്നതനാക്കിയ ഒരു ദൈവമാവുള്ളത്. ആ ദൈവമായി ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തുന്നത്. അവന്റെ കരങ്ങളാണ് നമ്മളെ വഴി നടത്തുന്നത്. അതുകൊണ്ട് ജോസഫിനെ പോലെ നമ്മളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ, മറ്റുള്ളവരോട് പ്രതികാര ചിന്തയിലല്ല, സ്വന്തം സഹോദരങ്ങളോട് ഒക്കെ, മാതാപിതാക്കളോടൊക്കെ പിണങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ, ചർച്ചിൽ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരുമായിട്ട് നിരപ്പാകണം. ദൈവസ്നേഹത്തിൽ ഒന്നിക്കണം. വിളിച്ചിട്ട് ഒരു സോറി പറയാനോ, അല്ലെങ്കിൽ വിളിച്ചിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊന്ന് ചോദിക്കാനോ, അല്ലെങ്കിൽ ദൈവനാമം മഹത്വപ്പെടട്ടെ, പ്രൈസ് ദ ലോർഡ് എന്നൊന്ന് പറയാനോ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആരാധനകൾ ദൈവം സ്വീകരിക്കുകയില്ല. Without this reconciliation, God will not accept your prayers. അതുകൊണ്ട് ഇന്ന് നമ്മൾ രൂപാന്തരപ്പെടണം, ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടണം. അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹീതമായ ദിവസത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുവാൻ, മനുഷ്യരുമായിട്ട് അനുരഞ്ജനപ്പെടുവാനും വചനം ഞങ്ങളെ ഉത്ബോധിപ്പിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യത്തിൽ അത് സാധ്യമാക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിൽ വന്നുപോയിട്ടുള്ള കുറവുകളെയും കുറ്റങ്ങളെയും എല്ലാം തീർക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് കൃപ തോന്നിയതിനാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ കൃപ അത്ഭുതകരമായിട്ട് ഞങ്ങളിൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, അനുഗ്രഹങ്ങളെ പകരുന്ന ദൈവം അവിടുന്ന് ആകയാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന. കർത്താവെ, യഥാർത്ഥ അനുഗ്രഹം ഹോളി സ്പിരിറ്റ് ആണെന്നുള്ള വലിയ ബോധ്യം ഞങ്ങളിൽ ഉണ്ടാകണം. കർത്താവെ, ഈ ലോകത്തിലെ സ്ഥാനങ്ങളോ മാനങ്ങളോ ഞങ്ങളുടെ ധനമോ ഒന്നുമല്ലല്ലോ കർത്താവെ. അതിലുപരിയായിട്ട് കർത്താവ് തരുന്ന വലിയ കൃപയായ ആ ഹോളി സ്പിരിറ്റിനെ നേടിയെടുക്കുവാൻ, അനുഗ്രഹത്തെ പ്രാപിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. കൃപകളാൽ വഴി നടത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ.